പ്രിയപ്പെട്ട +2 ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ, 2021 മാർച്ച് മാസത്തിൽ നടക്കുന്ന +2 ചരിത്ര പാഠപുസ്തകത്തിൽ നിന്നും ഫോക്കസ് പോയിൻറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ള 8 തീമുകളെ അടിസ്ഥാനമാക്കിയുള്ള വൺ വേർഡ് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും സമാഹാരമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കേണ്ടതില്ല, മറിച്ച് തുടർച്ചയായി കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ രീതിയിലാണ് ഇവിടെ ചോദ്യോത്തരങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ തീമിൽ നിന്നും ആദ്യം കലപ്പയുടെ കളിമൺ മാതൃകകൾ ലഭിച്ച ഹാരപ്പൻ സൈറ്റുകൾ. ടെറാക്കോട്ട മോഡൽസ് ഓഫ് പ്ലോ ഹാവ് ബീൻ ഫൗണ്ട്. ഉത്തരം പാകിസ്ഥാനിലെ ചോളിസ്ഥാൻ അല്ലെങ്കിൽ കോളിസ്ഥാൻ, ഹരിയാനയിലെ ബനവാലി. അടുത്ത ചോദ്യം, ഉഴുത വയൽ പ്ലോ ഫീൽഡ് കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ്. ഉത്തരം രാജസ്ഥാനിലെ കാളിബംഗൻ. അടുത്ത ചോദ്യം, ട്രേസസ് ഓഫ് കനാൽസ് ഹാവ് ബീൻ ഫൗണ്ട്. കനാലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ് അല്ലെങ്കിൽ സിന്ധു നദീതട സൈറ്റ്. ഉത്തരം അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗായ്. അടുത്ത ചോദ്യം, വാട്ടർ റിസർവോയർ അഥവാ ജലസംഭരണി കണ്ടെത്തിയ ഹാരപ്പൻ സൈറ്റ്. ഉത്തരം ഗുജറാത്തിലെ ധോളാവീര. അടുത്ത ചോദ്യം, മോഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം മരിച്ചവരുടെ കുന്ന് അഥവാ മൗണ്ട് ഓഫ് ദി ഡെഡ്. അടുത്ത ചോദ്യം, മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ ലാർക്കാന ജില്ലയിൽ സിന്ധു നദിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഗ്രേറ്റ് ബാത്ത് അഥവാ വലിയ കുളിപ്പുര, വെയർ ഹൗസ് അഥവാ കലവറ അല്ലെങ്കിൽ ധാന്യപ്പുര കണ്ടെത്തിയ സിന്ധു നദീതട സൈറ്റ്. ഉത്തരം മോഹൻജൊദാരോ. അടുത്ത ചോദ്യം, സിന്ധു നദീതട ജനതയുടെ അഥവാ ഹാരപ്പൻ സംസ്കാര ജനതയുടെ സാമൂഹിക വ്യത്യാസങ്ങളെ തിരിച്ചറിയുന്ന 3 വഴികൾ ഏതെല്ലാം? 1 ശവകുടീരങ്ങൾ, 2 ആഡംബര വസ്തുക്കൾ, 3 വീടുകൾ. അടുത്ത ചോദ്യം, ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ അഥവാ കരകൗശല ഉൽപ്പാദനത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള ഒരു ഹാരപ്പൻ സൈറ്റ്. ഉത്തരം ചൻഹുദാരോ. അടുത്ത ചോദ്യം, ചിപ്പികൾ കൊണ്ടുള്ള അഥവാ ഷെൽ ഒബ്ജക്ട്സ് നിർമ്മിക്കുന്ന സാധനങ്ങൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട സൈറ്റുകൾ. ഉത്തരം നാഗേശ്വർ ആൻഡ് ബലാക്കോട്ട്. അടുത്ത ചോദ്യം, ടെറാക്കോട്ട മോഡൽസ് ഓഫ് ബുള്ളോ കാർട്ട്സ് ഹാവ് ബീൻ ഫൗണ്ട്. കാളവണ്ടികളുടെ കളിമൺ മാതൃകകൾ ലഭിച്ച ഹാരപ്പൻ സൈറ്റ്. ഉത്തരം ഹാരപ്പ. അടുത്തത്, ലാപ്പിസ് ലസൂലി അഥവാ ഇന്ദ്രനീലക്കല്ലുകൾ ലഭിച്ചിരുന്ന പ്രധാനപ്പെട്ട ഹാരപ്പൻ സൈറ്റ്. ഉത്തരം അഫ്ഗാനിസ്ഥാനിലെ ഷോർട്ടുഗായ്. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ കേത്രിയിൽ നിന്നും ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു സംസ്കാരം ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തി. അവർ അതിന് നൽകിയിട്ടുള്ള പേര്. ഉത്തരം ഗണേശ്വർ ജോധ്പുര കൾച്ചർ. അടുത്ത ചോദ്യം, ഹാരപ്പൻ ജനതയ്ക്ക് അഥവാ സിന്ധു നദീതട ജനതയ്ക്ക് സ്വർണം ലഭിച്ചിരുന്ന പ്രധാന സ്ഥലങ്ങൾ. ഉത്തരം കാശ്മീറും ദക്ഷിണേന്ത്യയിലെ കർണാടകയും. അടുത്തതായി, മെസ്സപ്പൊട്ടോമിയൻ കൃതികളിൽ മാഗൻ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തെ? ഉത്തരം ഒമാൻ. ദിൽമൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ? ബഹ്റൈൻ. മെലൂഹ എന്നറിയപ്പെടുന്നത് ഹാരപ്പയിലെ ഒരു പ്രധാന പട്ടണം. അടുത്ത ചോദ്യം, വിവിധ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നും ആർക്കിയോളജിസ്റ്റുകൾക്ക് ലഭിച്ച സീലുകളുടെ ഉദ്ദേശ എണ്ണം. ഉത്തരം 2000. അടുത്ത ചോദ്യം, ഹാരപ്പൻ ലിപിക്ക് നിഗൂഢ ലിപി എന്ന് വിളിക്കാനുള്ള കാരണം. ഉത്തരം നാളിതുവരെ വായിച്ചു മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട്. ഹാരപ്പൻ ലിപി ഏത് ഭാഗത്ത് നിന്നും ഏത് ഭാഗത്തേക്കാണ് എഴുതുന്നത്? ഉത്തരം വലത്ത് നിന്നും ഇടത്തോട്ട്. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാര ജനതയുടെ തൂക്കക്കട്ടികളുടെ ഷേപ്പ് ആകൃതി എങ്ങനെയായിരുന്നു? ഉത്തരം ക്യൂബിക് ഷേപ്പ്. അടുത്ത ചോദ്യം, ഹാരപ്പൻ ജനത ഏത് അളവിലുള്ള തൂക്കക്കട്ടികളാണ് ഉപയോഗിച്ചിരുന്നത്? ഇരട്ട അളവിലുള്ള അഥവാ ബൈനറി ആയിട്ടുള്ള. അടുത്ത ചോദ്യം, ഹാരപ്പൻ സംസ്കാരം അഥവാ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ നാശത്തിന് കാരണമായ ഘടകങ്ങൾ. 1 കാലാവസ്ഥയിലെ മാറ്റം, 2 വനനശീകരണം, 3 വെള്ളപ്പൊക്കം, 4 ഭൂമികുലുക്കം, 5 ക്ഷാമം പകർച്ചവ്യാധികൾ, 6 ആര്യനാക്രമണം അല്ലെങ്കിൽ വിദേശ ആക്രമണങ്ങൾ. അടുത്തതായി നമ്മൾ 2ാമത്തെ തീമിലേക്ക് പോകുന്നു. ചോദ്യം, മഗധയുടെ ആദ്യ തലസ്ഥാനം. ഉത്തരം രാജഗൃഹ. മഗധൻ സാമ്രാജ്യത്തിൻ്റെ 2ാം തലസ്ഥാനം. ഉത്തരം പാടലീപുത്ര. അടുത്ത ചോദ്യം, മൗര്യന്മാരുടെ തലസ്ഥാനം. ഉത്തരം പാടലീപുത്ര. അടുത്ത ചോദ്യം, മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ. ചന്ദ്രഗുപ്ത മൗര്യനാണ് സ്ഥാപകൻ. BC 321 സ്ഥാപിച്ചു.
അടുത്ത ചോദ്യം, ചന്ദ്രഗുപ്ത മൗര്യൻ ആരെ തോൽപ്പിച്ചാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത്? ഉത്തരം നന്ദരാജവംശം. അടുത്ത ചോദ്യം, മൗര്യന്മാരെക്കുറിച്ച് അറിവ് ലഭിക്കുന്ന പ്രധാന ഉറവിടങ്ങൾ ഏതെല്ലാം? ഉത്തരം മെഗസ്തനീസ് എഴുതിയ ഇൻഡിക്ക, കൗഡില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, വിശാഖദത്തൻ എഴുതിയ മുദ്രാ രാക്ഷസം. അടുത്ത ചോദ്യം, കൗഡില്യൻ ആരായിരുന്നു? ഉത്തരം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയും ഉപദേശകനും. അടുത്ത ചോദ്യം, ഗ്രീക്ക് അംബാസഡറായി ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിൽ വന്നത്? ഉത്തരം മെഗസ്തനീസ്. അടുത്ത ചോദ്യം, കലിംഗ യുദ്ധം നടന്ന വർഷം? ഉത്തരം BCE 261. അടുത്ത ചോദ്യം, കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി സ്വീകരിച്ച മതം? ഉത്തരം ബുദ്ധമതം. അടുത്ത ചോദ്യം, തൻ്റെ ആശയങ്ങൾ അശോക ചക്രവർത്തി തൻ്റെ സഹായികളെ ഉപയോഗിച്ച് കൊത്തിയെടുത്തത് അറിയപ്പെടുന്നത്? ഉത്തരം അശോകദമ്മ. അടുത്ത ചോദ്യം, തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ അശോക ചക്രവർത്തി അയച്ച ഉദ്യോഗസ്ഥ വിഭാഗം? ഉത്തരം ധർമ്മ മഹാമാത്രാസ്. അടുത്ത ചോദ്യം, അശോക ലിഖിതങ്ങളിൽ അശോക ചക്രവർത്തി അറിയപ്പെടുന്നത്? ഉത്തരം ദേവനാംപിയ പിയദാസി. അടുത്ത ചോദ്യം, അശോക ലിഖിതങ്ങളിലെ ബ്രാഹ്മി ലിപി വായിച്ചു മനസ്സിലാക്കിയത്? ഉത്തരം ജെയിംസ് പ്രിൻസപ്പ് 1838. അടുത്ത ചോദ്യം, കൊത്തുലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനം? ഉത്തരം എപ്പിഗ്രാഫി. അടുത്ത ചോദ്യം, മൗര്യന്മാരുടെ 5 പ്രധാന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ? ഉത്തരം പാടലിപുത്ര, ടാക്സില, ഉജ്ജയിനി, ടൊസാലി, സുവർണഗിരി. അടുത്ത ചോദ്യം, പ്രാചീന തമിഴകത്തെ 3 ഭരണം സ്ഥാപിച്ചിരുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ മുഖ്യന്മാർ? ഉത്തരം ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ. അടുത്ത ചോദ്യം, പ്രാചീന തമിഴകത്തെ മുഖ്യൻ രാജവാഴ്ചകളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം സംഘം കൃതികൾ. അടുത്തത്, ഡിവൈൻ കിങ്സ് അഥവാ ദൈവീക രാജാക്കന്മാർ എന്നറിയപ്പെടുന്നത്? ഉത്തരം കുഷാനന്മാർ. അടുത്ത ചോദ്യം, കുഷാന രാജാക്കന്മാരുടെ ഭീമാകാരമായ പ്രതിമകൾ അഥവാ കൊളോസൽ സ്റ്റാറ്റ്യൂസ് ലഭിച്ച സ്ഥലങ്ങൾ? ഉത്തരം ഉത്തർപ്രദേശിലെ മധുര, കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും. അടുത്ത ചോദ്യം, ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരികൾ? ഉത്തരം കുഷാനന്മാർ. അടുത്ത ചോദ്യം, തങ്ങളുടെ അധികാര ശക്തി കാണിക്കാൻ കുഷാന രാജാക്കന്മാർ നടത്തിയിരുന്ന യാഗം? ഉത്തരം അശ്വമേധ. അടുത്തത്, ഗുപ്ത രാജാക്കന്മാരെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന ലിഖിതങ്ങൾ? ഉത്തരം പ്രശസ്തി ലിഖിതങ്ങൾ. അടുത്തത്, പ്രയാഗ് പ്രശസ്തി രചിച്ചത്? ഉത്തരം ഹരിസേനൻ. അടുത്തത്, ഹരിസേനൻ ഏത് രാജാവിൻ്റെ കൊട്ടാരം കവിയായിരുന്നു? ഉത്തരം സമുദ്രഗുപ്തൻ. അടുത്തത്, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ്? ഉത്തരം സമുദ്രഗുപ്തൻ. അടുത്ത ചോദ്യം, മഹാരാജാതിരാജ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഗുപ്തരാജാവ്? ഉത്തരം ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അടുത്ത ചോദ്യം, ശകാരി വിക്രമാദിത്യ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഗുപ്തരാജാവ്? ഉത്തരം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അടുത്ത ചോദ്യം, കാളിദാസൻ ഉൾപ്പെടെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ട 9 കവികൾ ജീവിച്ചിരുന്നത് ആരുടെ കൊട്ടാരത്തിൽ? ഉത്തരം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. അടുത്തത്, ചൈനീസ് തീർത്ഥാടകൻ അഥവാ ചൈനീസ് പിൽഗ്രിം ആയിരുന്ന ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ച കാലം? ഉത്തരം ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്ത്. അടുത്തത്, ഗുപ്തന്മാർക്ക് ഭീഷണി സൃഷ്ടിച്ച വിദേശികൾ? ഉത്തരം ഹൂണന്മാർ. അടുത്ത ചോദ്യം, 2ാം നഗരവൽക്കരണ കാലത്തെ ഇന്ത്യയിലെ നദീതീര പട്ടണം? ഉത്തരം പാടലിപുത്ര. കരമാർഗ പട്ടണം? ഉത്തരം ഉജ്ജയിനി. കടൽ തീര പട്ടണം? ഉത്തരം പുഹാർ. അടുത്ത ചോദ്യം, മതസ്ഥാപനങ്ങൾക്ക് നൽകിയ സമ്മാനങ്ങളും പാരിതോഷികങ്ങളും രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾ? ഉത്തരം വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് അഥവാ ദാന ലിഖിതങ്ങൾ. അടുത്തത്, വ്യാപാരികളുടെയും കരകൗശല ഉൽപ്പാദകരുടെയും സംഘങ്ങൾ അറിയപ്പെടുന്നത്? ഗിൽഡുകൾ അഥവാ ശ്രേണികൾ. അടുത്ത ചോദ്യം, നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം ന്യൂമിസ്മാറ്റിക്സ് അഥവാ നാണയ പഠനശാസ്ത്രം. അടുത്ത ചോദ്യം, രാജാക്കന്മാരുടെ പേരുകളും ചിത്രങ്ങളും ഉള്ള നാണയങ്ങൾ പുറത്തിറക്കിയ വിഭാഗം? ഉത്തരം ഇൻഡോ ഗ്രീക്കുകാർ. അടുത്ത ചോദ്യം, ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയ രാജവംശം? ഉത്തരം കുഷാന രാജാക്കന്മാർ. അടുത്ത ചോദ്യം, ശുദ്ധ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയ വിഭാഗം? ഉത്തരം ഗുപ്തന്മാർ. അടുത്ത ചോദ്യം, CE 1-ാം നൂറ്റാണ്ടിൽ
നാണയങ്ങൾ പുറത്തിറക്കിയ ഗോത്ര റിപ്പബ്ലിക്കുകൾ? ഉത്തരം പഞ്ചാബിലെയും ഹരിയാനയിലെയും യോദ്ധേയാസ്. അടുത്ത ചോദ്യം, കൊത്തുലിഖിതത്തിൻ്റെ 3 പരിമിതികൾ ഏതെല്ലാം? 1. ഉത്തരം ചില അക്ഷരങ്ങൾ മങ്ങിയ നിലയിലായിരിക്കും. 2. അക്ഷരങ്ങൾ മാഞ്ഞു പോവുകയോ കേടുപാട് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടാകും. 3. വാക്കുകളുടെ അർത്ഥം ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. 4. പല കൊത്തുലിഖിതങ്ങളും കാലത്തെ അതിജയിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇനി നമ്മൾ അടുത്ത തീമിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം, BC 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ പ്രധാന 2 ദാർശനികർ? ഉത്തരം സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ആൻഡ് മഹാവീരൻ. BC 6-ാം നൂറ്റാണ്ടിൽ ഇറാനിലെ ദാർശനികൻ? ഉത്തരം സരതുഷ്ട്ര. BC 6-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ ദാർശനികൻ? ഉത്തരം കൺഫ്യൂഷൻ. BC 6-ാം നൂറ്റാണ്ടിൽ ഗ്രീസിലെ 3 ദാർശനികർ? ഉത്തരം സോക്രട്ടീസ്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ. അടുത്ത ചോദ്യം, BC 1500-നും 1000-നും ഇടയിൽ സമാഹരിക്കപ്പെട്ട ഇന്ത്യയിലെ കൃതി? ഉത്തരം ഋഗ്വേദ. അടുത്ത ചോദ്യം, ഋഗ്വേദത്തിലെ 3 പ്രധാനപ്പെട്ട ദൈവങ്ങൾ? ഉത്തരം അഗ്നി, ഇന്ദ്രൻ, സോമൻ. അടുത്ത ചോദ്യം, രാജാക്കന്മാരും മുഖ്യന്മാരും സംഘടിപ്പിച്ചിരുന്ന പ്രധാന യാഗങ്ങൾ? ഉത്തരം രാജസൂയം, അശ്വമേധം. അടുത്തത്, യാഗാദി കർമ്മങ്ങളുടെ അനുഷ്ഠാനം നടത്തിയ പുരോഹിതർ അറിയപ്പെട്ടിരുന്നത്? ഉത്തരം ബ്രാഹ്മണർ. അടുത്ത ചോദ്യം, BC 6-ാം നൂറ്റാണ്ടിൽ ചർച്ചകളും സംവാദങ്ങളും നടന്ന കൂർത്ത മേൽക്കൂരയോട് കൂടിയ കുടിലുകൾ അറിയപ്പെടുന്നത്? ഉത്തരം കുടകാരശാല. അടുത്ത ചോദ്യം, ജൈനമതത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായി കണക്കാക്കുന്ന 23-ാമത്തെ തീർത്ഥങ്കരൻ? ഉത്തരം വർദ്ധമാന മഹാവീരൻ. അടുത്ത ചോദ്യം, ജൈനമത വിശ്വാസപ്രകാരം എത്ര തീർത്ഥങ്കരന്മാരാണ് ഈ മതത്തിനുള്ളത്? ഉത്തരം 24. ജൈനമതത്തിലെ 1-ാമത്തെ തീർത്ഥങ്കരൻ? ഉത്തരം ഋഷഭദേവൻ. ജൈനമതത്തിലെ 23-ാം തീർത്ഥങ്കരൻ? ഉത്തരം വർദ്ധമാന മഹാവീരൻ. അടുത്ത ചോദ്യം, വർദ്ധമാന മഹാവീരൻ ജനിച്ചത് വൈശാലിക്കടുത്ത കുന്ത ഗ്രാമത്തിൽ. അടുത്ത ചോദ്യം, മഹാവീരൻ ഏത് രാജാക്കന്മാരുടെ കൊട്ടാരം സന്ദർശിച്ചിരുന്നു? ഉത്തരം ബിംബിസാരൻ, അജാതശത്രു. അടുത്ത ചോദ്യം, മഹാവീരൻ സമാധിയടഞ്ഞ സ്ഥലം? ഉത്തരം പാവാപുരി. അടുത്ത ചോദ്യം, 3 പ്രിൻസിപ്പിൾസ് അഥവാ ത്രിരത്നങ്ങൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജൈനമതം. അടുത്ത ചോദ്യം, ഗോമതേശ്വരൻ്റെ ഭീമാകാരമായ പ്രതിമ അഥവാ കൊളോസൽ സ്റ്റാറ്റ്യൂ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കർണാടകയിലെ ശ്രാവണബൽഗോളയിൽ. അടുത്ത ചോദ്യം, സന്യാസിമാർ, മതപുരോഹിതർ എന്നിവരുടെ ജീവചരിത്രം അറിയപ്പെടുന്നത്? ഉത്തരം ഹേഗിയോഗ്രാഫി. അടുത്ത ചോദ്യം, ബുദ്ധമതത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ. അടുത്ത ചോദ്യം, ഗൗതമ ബുദ്ധൻ ജനിച്ച സ്ഥലം? ഉത്തരം നേപ്പാളിലെ ലുംബിനി. അടുത്ത ചോദ്യം, ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം? ഉത്തരം ബീഹാറിലെ ബോധ്ഗയ. അടുത്ത ചോദ്യം, ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ സാരാനാഥ്. അടുത്ത ചോദ്യം, ഗൗതമ ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച സ്ഥലം അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥലം? ഉത്തരം ഉത്തർപ്രദേശിലെ കൂഷി നഗരം. അടുത്ത ചോദ്യം, സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ ഭൗതിക ജീവിതം ഉപേക്ഷിച്ച് അഥവാ വീട് വിട്ട് പോയ സംഭവം അറിയപ്പെടുന്നത്? ഉത്തരം മഹാപരിത്യാഗം. അടുത്ത ചോദ്യം, ബുദ്ധൻ തൻ്റെ അനുയായികളായ 5 ശിഷ്യന്മാരോട് സാരാനാഥിൽ വെച്ച് നടത്തിയ പ്രഭാഷണം അറിയപ്പെടുന്നത്? ഉത്തരം ധർമ്മചക്ര പ്രവർത്തനം. അടുത്ത ചോദ്യം, ബുദ്ധമത തത്വങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന ബുദ്ധമത സാഹിത്യകൃതി? ഉത്തരം സുത്തപീഠക. അടുത്ത ചോദ്യം, 4 ആര്യസത്യങ്ങൾ, അഷ്ടാംഗമാർഗങ്ങൾ എന്നിവ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബുദ്ധമതം. അടുത്ത ചോദ്യം, ബുദ്ധമത തത്വങ്ങൾ ക്രോഡീകരിച്ചത് എവിടെ വെച്ചാണ്? വൈശാലിയിൽ വെച്ച് നടന്ന 2ാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ച്. അടുത്ത ചോദ്യം, ബുദ്ധമത തത്വങ്ങളുടെ സമാഹാരമായ 3 പുസ്തകങ്ങൾ? ഉത്തരം ത്രിപീഠക. അടുത്ത ചോദ്യം, ദീപവംശം, മഹാവംശം എന്നീ കൃതികൾ ഏത് മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബുദ്ധമതം. അടുത്ത ചോദ്യം, സന്യാസിമാർക്കായി ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച സംഘടന? ഉത്തരം ബുദ്ധമത സംഘം അല്ലെങ്കിൽ സംഘം.
അടുത്ത ചോദ്യം, ആരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഗൗതമ ബുദ്ധൻ സ്ത്രീകളെ സംഘത്തിൽ ചേർത്തത്? ഉത്തരം, ശിഷ്യനായ ആനന്ദൻ്റെ അഭ്യർത്ഥന പ്രകാരം. അടുത്ത ചോദ്യം, ബുദ്ധമത സംഘത്തിലെ ആദ്യത്തെ ഭിക്ഷുണി അഥവാ സ്ത്രീ സംഘത്തിലെ ആദ്യത്തെ അംഗം? ഉത്തരം, ബുദ്ധൻ്റെ വളർത്തമ്മയായിരുന്ന മഹാപജപതി ഗോമതി. അടുത്ത ചോദ്യം, ബുദ്ധമതം പിളർന്നതെന്ന്? ഉത്തരം, കാശ്മീരിൽ വെച്ച് നടന്ന 4ാം ബുദ്ധമത സമ്മേളനത്തിൽ വെച്ച്. അടുത്ത ചോദ്യം, ഏത് രാജാവിൻ്റെ കാലത്താണ് 4ാം ബുദ്ധമത സമ്മേളനം കാശ്മീരിൽ വെച്ച് നടന്നത്? ഉത്തരം, കനിഷ്കൻ. അടുത്ത ചോദ്യം, വലിയ വാഹനം എന്നറിയപ്പെടുന്ന ബുദ്ധമത വിഭാഗം? ഉത്തരം, മഹായാനം. അടുത്ത ചോദ്യം, ബുദ്ധനെ വിഗ്രഹങ്ങളുടെ ആരാധന അല്ലെങ്കിൽ ബുദ്ധനെ ആരാധനാമൂർത്തിയായി നടത്തുന്ന വിഭാഗം, ബുദ്ധമതത്തിലെ വിഭാഗം? ഉത്തരം, മഹായാനം. അടുത്ത ചോദ്യം, പാലി ഭാഷ കൂടാതെ മഹായാന ബുദ്ധമതക്കാർ മതപ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്ന ഭാഷ? ഉത്തരം, സംസ്കൃതം. അടുത്ത ചോദ്യം, ബുദ്ധമതത്തിൻ്റെ മൗലിക തത്വങ്ങൾ പിന്തുടരുന്ന വിഭാഗം? ഉത്തരം, ചെറിയ ചക്രം എന്നറിയപ്പെടുന്ന ഹീനയാനക്കാർ. അടുത്ത ചോദ്യം, സ്തൂപം എന്ന പദത്തിൻ്റെ അർത്ഥം? ഉത്തരം, മൺമേട് അഥവാ കൂമ്പാരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്തൂപമായിരുന്നതും എന്നാൽ സംരക്ഷിക്കപ്പെടാതെയും നിലനിന്നിരുന്ന സ്തൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം, അമരാവതി. അടുത്ത ചോദ്യം, സാഞ്ചി സ്തൂപത്തെ സംരക്ഷിച്ചു നിർത്തിയ ഭോപ്പാൽ ഭരണാധികാരികൾ? ഉത്തരം, ഷാജഹാൻ ബീഗവും അവരുടെ പിന്തുടർച്ചാവകാശിയായിരുന്ന സുൽത്താൻ ജഹാന ബീഗവും. അടുത്ത ചോദ്യം, സാഞ്ചി സ്തൂപം നിർമ്മിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരം? ഉത്തരം, അശോക ചക്രവർത്തി. അടുത്ത ചോദ്യം, സാഞ്ചി സ്തൂപം ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ വർഷം? ഉത്തരം, 1818. അടുത്തത്, സാഞ്ചിയെക്കുറിച്ച് പുസ്തകമെഴുതിയ ജോൺ മാർഷലിന് സാമ്പത്തിക സഹായം നൽകിയ ഭോപ്പാൽ ഭരണാധികാരി? ഉത്തരം, സുൽത്താൻ ജഹാൻ ബീഗം. അടുത്ത ചോദ്യം, സ്തൂപത്തിലെ അർദ്ധ വൃത്താകൃതിയിലുള്ള മൺമേട് അറിയപ്പെടുന്നത്? ഉത്തരം, അൻഡ. അടുത്ത ചോദ്യം, അൻഡയുടെ മുകളിലുള്ള ബാൽക്കണി പോലെയുള്ള നിർമ്മിതി? ഉത്തരം, ഹർമിക. അടുത്ത ചോദ്യം, ഹർമികയിലെ കൊടിമരം? ഉത്തരം, യഷ്ടി. അടുത്തത്, എലിയറ്റ് മാർബിൾസ് എന്നറിയപ്പെട്ടത് ഏത് സ്തൂപത്തിൻ്റെ ശിലാപാളികൾ ആയിരുന്നു? ഉത്തരം, അമരാവതി സ്തൂപം. അടുത്തത്, സ്തൂപങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം, ഗൗതമ ബുദ്ധൻ്റെ മഹാപരിനിർവാണം അഥവാ മരണത്തെ. അടുത്ത ചോദ്യം, സാഞ്ചി സ്തൂപത്തിൻ്റെ കവാടത്തിൻ്റെ അഗ്രഭാഗത്ത് മരത്തിൽ തൂങ്ങി ഊഞ്ഞാലാടുന്ന ശില്പം ആരുടേത്? ഉത്തരം, സാലഭഞ്ചിക. അടുത്ത ചോദ്യം, സാഞ്ചിയെ വൃക്ഷാരാധനയുടെയും നാഗാരാധനയുടെയും കേന്ദ്രമായി കണ്ടെത്തിയ ചരിത്രകാരൻ? ഉത്തരം, ജെയിംസ് ഫെർഗൂസൺ. അടുത്ത ചോദ്യം, ആദ്യകാല സ്തൂപങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലം? ഉത്തരം, BCE 3-ാം നൂറ്റാണ്ട്. അടുത്തത്, അൽ ബിറൂണിയുടെ സഞ്ചാര പുസ്തകം? ഉത്തരം, കിതാബുൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ് ഏത് ഭാഷയിലാണ്? ഉത്തരം, അറബി. ഇബ്നു ബത്തൂത്തയുടെ സഞ്ചാര പുസ്തകം? ഉത്തരം, റിഹ്ല. റിഹ്ല ഏത് ഭാഷയിലാണ്? ഉത്തരം, അറബി. ഫ്രാങ്കോയിസ് ബർണിയറുടെ സഞ്ചാര പുസ്തകം? ഉത്തരം, മുഗൾ സാമ്രാജ്യത്തിലെ സഞ്ചാരങ്ങൾ, ദി ട്രാവൽസ് ഇൻ ദി മുഗൾ എംപയർ. ഈ പുസ്തകം ഏത് ഭാഷയിലാണ്? ഉത്തരം, ഇംഗ്ലീഷ്. അടുത്തത്, അൽ ബിറൂനി ജനിച്ചത്? ഉത്തരം, ഉസ്ബെക്കിസ്ഥാനിലെ ഖവാറിസം. അടുത്തത്, സുൽത്താൻ മഹ്മൂദ് ഗസ്നി ഖവാരിസം ആക്രമിച്ചത്? ഉത്തരം, CE 1017. അടുത്തത്, ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ യൂക്ലിഡിൻ്റെ കൃതികൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വിദേശ സഞ്ചാരി? ഉത്തരം, അൽ ബിറൂണി. അൽ ബിറൂണി ഇന്ത്യയിൽ നേരിട്ട 3 പ്രതിബന്ധങ്ങൾ? ഉത്തരം, 1 ഭാഷ, 2 മതവിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയിലുള്ള വ്യത്യാസം, 3 സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രാദേശിക ജനത. അടുത്തത്, ഒരു ആദ്യകാല ആഗോള സഞ്ചാരി എന്നറിയപ്പെട്ട സഞ്ചാരി? ഉത്തരം, ഇബ്നു ബത്തൂത്ത. അടുത്തത്, ഇബ്നു ബത്തൂത്ത ജനിച്ചത്? ഉത്തരം, മൊറോക്കോയിലെ ടാഞ്ചിയറിൽ. അടുത്തത്, ഇബ്നു ബത്തൂത്തയെ ഡൽഹിയിലെ ഖാസിയായി നിയമിച്ച ഡൽഹി സുൽത്താൻ? ഉത്തരം, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അടുത്തത്, മംഗോൾ യാത്രയിൽ ഇബ്നു ബത്തൂത്ത എത്തിയ ചൈനയിലെ തുറമുഖം? ഉത്തരം, സെയ്ത്തൂൻ. അടുത്തത്, ഇബ്നു ബത്തൂത്തയുടെ റിഹ്ല എഴുതി തയ്യാറാക്കിയ മൊറോക്കോയിലെ പണ്ഡിതൻ?
ഉത്തരം ഇബ്നു ജുസായി. അടുത്തത് ഇബ്നു ബത്തൂത്തക്ക് ഇന്ത്യയിൽ അപരിചിത വസ്തുക്കളായി അനുഭവപ്പെട്ട 2 സാധനങ്ങൾ. ഉത്തരം നാളികേരവും വെറ്റിലയും. കോക്കനട്ട് ആൻഡ് പാൻ. അടുത്തത് ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലെ വലിയ നഗരങ്ങളായി രേഖപ്പെടുത്തിയ 2 എണ്ണം. ഉത്തരം ഡൽഹിയും ദൗലത്താബാദും. അടുത്തത് ഇന്ത്യയിലെ 2 തരം തപാൽ സമ്പ്രദായങ്ങളെ ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തിയത്. ഉത്തരം 1 അശ്വതപാൽ അഥവാ ഉലക്ക്, 2 കാലാൾ തപാൽ അഥവാ ദാവ. അടുത്തത് ഫ്രാങ്കോയിസ് ബർണിയർ ഏത് രാജ്യക്കാരനായിരുന്നു? ഉത്തരം ഫ്രാൻസ്. വ്യത്യസ്തനായ ഡോക്ടറായ സഞ്ചാരി. ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. തൻ്റെ രചനകൾ ഫ്രാങ്കോയിസ് ബർണിയർ ഏത് രാജാവിനാണ് സമർപ്പിച്ചത്? ഉത്തരം ഫ്രാൻസിലെ ലൂയി 14 ഇന്ത്യയിലെ സാഹചര്യങ്ങളെ ഇരുണ്ടതും നിരാശാജനകവുമായി ചിത്രീകരിച്ച സഞ്ചാരി. ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് ഇന്ത്യയെ ക്ഷയോന്മുഖമായ കിഴക്ക് അഥവാ ഡീജനറേറ്റഡ് ഈസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച ഫ്രഞ്ച് സഞ്ചാരി. ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് ഇന്ത്യയിലെ മുഗൾ ഭരണത്തെ എവിടുത്തെ ഭരണവുമായാണ് ബർണിയർ താരതമ്യം ചെയ്തത്? ഉത്തരം യൂറോപ്പ്. അടുത്തത് പൗരസ്ത്യലോകം യൂറോപ്പിനെ അപേക്ഷിച്ച് താഴ്ന്നതും അധപതിച്ചതുമാണെന്ന് രേഖപ്പെടുത്തിയ സഞ്ചാരി. ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് മുഗൾ ഇന്ത്യയിൽ സ്വകാര്യ ഭൂ ഉടമസ്ഥത ഉണ്ടായിരുന്നില്ലെന്ന് രേഖപ്പെടുത്തിയ സഞ്ചാരി. ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് ഇന്ത്യയിലെ ജീവിത നിലവാരം താഴാൻ കാരണം എന്താണെന്നാണ് ബർണിയർ രേഖപ്പെടുത്തിയത്? ഉത്തരം സ്വകാര്യ ഭൂ ഉടമസ്ഥത ഇല്ലാത്തത്. അടുത്തത് മുഗൾ രാജാവ് ഭിക്ഷാടകരുടെയും അപരിഷ്കൃതരുടെയും രാജാവായിരുന്നുവെന്ന് എഴുതിയത്? ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് മുഗൾ ഇന്ത്യയിലെ നഗരങ്ങളെ ബർണിയർ വിശേഷിപ്പിച്ചത്? ഉത്തരം തകർന്നടിഞ്ഞതും ദുഷിച്ച വായുവാൽ മലീമസമായതും എന്ന്. അടുത്തത് പൗരസ്ത്യ സ്വേച്ഛാധിപത്യം അഥവാ ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ്? ഉത്തരം മൊണ്ടസ്ക്യൂ. ഏഷ്യാറ്റിക് ഉൽപ്പാദന രീതി എന്ന ആശയം അവതരിപ്പിച്ചത്? ഉത്തരം കാറൽ മാർക്സ്. അടുത്തത് മുഗൾ നഗരങ്ങളെ പാളയ നഗരങ്ങൾ അഥവാ ക്യാമ്പ് ടൗൺ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം ഫ്രാങ്കോയിസ് ബർണിയർ. അടുത്തത് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ഇറ്റാലിയൻ സഞ്ചാരി? ഉത്തരം മനുച്ചി. അടുത്തത് വിജയനഗരം അഥവാ ഹംപി പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കടുത്ത്? ഉത്തരം തുംഗഭദ്ര. അടുത്തത് വിജയനഗരത്തിന് 6 നാഴിക ചുറ്റളവുണ്ടെന്ന് രേഖപ്പെടുത്തിയത്? ഉത്തരം ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ ഡി കോണ്ടി. അടുത്തത് താൻ കാണുകയും കേൾക്കുകയും ചെയ്ത ലോകത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും ഉജ്ജ്വലമാണ് വിജയനഗരം എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം പേർഷ്യൻ സ്ഥാനപതിയായി ഇന്ത്യയിലേക്കെത്തിയ അബ്ദുൽ റസാഖ്. അടുത്തത് വിജയനഗരം സന്ദർശിച്ച റഷ്യൻ വ്യാപാരി? ഉത്തരം അഫനാസി നിഖിത്തിൻ. അടുത്തത് എല്ലാ സൗകര്യങ്ങളുമുള്ള ലോകത്തിലെ നല്ല നഗരമാണ് വിജയനഗരമെന്ന് പറഞ്ഞ സഞ്ചാരി? ഉത്തരം ഡൊമിംഗോ പയസ്. അടുത്തത് 15-ാം നൂറ്റാണ്ടിൽ ജലശേഖരണത്തിനായി വിജയനഗരത്തിൽ നിർമ്മിച്ച കുളം? ഉത്തരം കമലാപുരം കുളം. അടുത്തത് വിജയനഗരത്തിലെ വിശുദ്ധ കേന്ദ്രത്തെയും നഗരകേന്ദ്രത്തെയും വേർതിരിച്ച താഴ്വരയിലെ കൃഷിയിടത്തേക്ക് ജലസേചനം നടത്തിയിരുന്ന കനാൽ? ഉത്തരം ഹിരിയ കനാൽ. അടുത്തത് ഹിരിയ കനാൽ നിർമ്മിച്ച രാജവംശം? ഉത്തരം സംഗമ രാജവംശം. അടുത്തത് പേർഷ്യൻ ചക്രവർത്തിയുടെ സ്ഥാനപതിയായി ഇന്ത്യയിലെത്തിയ ആൾ? ഉത്തരം അബ്ദുൾ റസാഖ്. വിജയനഗരത്തിന് 7 നിരകളുടെ കോട്ടകളുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയ പേർഷ്യൻ സ്ഥാനപതി? ഉത്തരം അബ്ദുൾ റസാഖ്. അടുത്തത് വിജയനഗരത്തിലെ കോട്ടമതിലുകൾ നിർമ്മിച്ചത് ഏത് രൂപത്തിൽ? ഉത്തരം ആപ്പിൻ്റെ ആകൃതിയിലുള്ള ശിലാഖണ്ഡങ്ങൾ ഉപയോഗിച്ച്. അടുത്തത് വിജയനഗരത്തിലെ കവാടങ്ങൾ നിർമ്മിച്ച വാസ്തുവിദ്യാ ശൈലി? ഉത്തരം ഇൻഡോ ഇസ്ലാമിക് ശൈലി. അടുത്തത് രാജകീയ കേന്ദ്രം വിജയനഗരത്തിൻ്റെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം തെക്ക് പടിഞ്ഞാറ്. അടുത്തത് രാജകീയ കേന്ദ്രത്തിലെ ക്ഷേത്രങ്ങളുടെ എണ്ണം? ഉത്തരം 60. അടുത്തത് വിജയനഗരത്തിലെ രാജകീയ കൊട്ടാരത്തിൻ്റെ 2 പ്ലാറ്റ്ഫോമുകൾ? ഉത്തരം ശ്രോതാക്കളുടെ ഹാളും മഹാനവമി ദിബ്ബയും. അടുത്തത് മഹാനവമി ദിബ്ബ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മഹാനവമി ഉത്സവവുമായി ബന്ധപ്പെട്ട്. അടുത്തത് മഹാനവമിക്ക് ഉത്തരേന്ത്യയിൽ പറയുന്ന പേര് ദസറ, ബംഗാളിൽ പറയുന്ന പേര് ദുർഗാപൂജ, ദക്ഷിണേന്ത്യയിൽ പറയുന്ന പേര് നവരാത്രി. അടുത്തത് മഹാനവമി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ ഏവ?
വിഗ്രഹാരാധന, രാജകീയ കുതിരകളെ ആരാധിക്കൽ, മൃഗബലി, നൃത്തനൃത്യങ്ങൾ, ഗുസ്തി മത്സരം, ഘോഷയാത്ര, രാജാവിന് കപ്പവും സമ്മാനങ്ങളും നൽകൽ. അടുത്തത് ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് വിജയനഗരത്തിൻ്റെ ഏത് ഭാഗത്ത്? ഉത്തരം രാജകീയ കേന്ദ്രത്തിൽ. ലോട്ടസ് മഹലിനെ രാജാവിൻ്റെ ഉപദേശകർ സന്ധിച്ചിരുന്ന കൗൺസിൽ ഓഫ് ചേംബർ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം കോളിൻ മെക്കൻസി. അടുത്തത് രാജകീയ കേന്ദ്രത്തിലെ പ്രധാന ക്ഷേത്രമാണ്? ഉത്തരം ഹസാര രാമക്ഷേത്രം. അടുത്തത് വിജയനഗരവാസികൾ രാജ്യത്തിൻ്റെ രക്ഷകനായി കണക്കാക്കിയ ദേവൻ? ഉത്തരം വിരുപാക്ഷൻ. അടുത്തത് ഹംപി എന്ന പേര് വന്നത് പ്രാദേശിക ദേവതയായ പമ്പാദേവിയിൽ നിന്നാണ്. അടുത്തത് വിജയനഗരത്തിലെ രാജാക്കന്മാർ സ്വീകരിച്ച സ്ഥാനപ്പേര്? ഉത്തരം ഹിന്ദു സുരത്രാന അഥവാ ഹിന്ദു സുൽത്താൻ. അടുത്തത് വിജയനഗരത്തിലെ വിശുദ്ധ കേന്ദ്രത്തിലെ 3 പ്രധാന ക്ഷേത്രങ്ങൾ: 1 പമ്പാദേവി ക്ഷേത്രം, 2 വിരൂപാക്ഷ ക്ഷേത്രം, 3 വിത്തല ക്ഷേത്രം. അടുത്തത് വിജയനഗരത്തിലെ ഭീമാകാരമായ ക്ഷേത്ര കവാടങ്ങൾ അറിയപ്പെട്ടത്? ഉത്തരം രായഗോപുരങ്ങൾ. അടുത്തത് വിരൂപാക്ഷ ക്ഷേത്രത്തിലെ മുൻവശത്തെ ഹാളും കിഴക്കേ ഗോപുരങ്ങളും നിർമ്മിച്ചത്? ഉത്തരം കൃഷ്ണദേവരായർ. അടുത്തത് മഹാരാഷ്ട്രയിൽ പൊതുവെ ആരാധിക്കുന്ന ശിവൻ്റെ മറ്റൊരു രൂപമായ വിത്തലയ്ക്ക് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രം? ഉത്തരം വിട്ടല ക്ഷേത്രം. അടുത്തത് രഥത്തിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വിത്തല ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ. അടുത്തത് രഥതെരുവുകളും സംഗീതം പൊഴിക്കുന്ന തൂണുകളും കച്ചവടത്തിനുള്ള തൂണുകളോട് കൂടിയ മണ്ഡപങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം വിട്ടല ക്ഷേത്രത്തിൻ്റെ അടുത്ത്. അടുത്തത് വിജയനഗരത്തെക്കുറിച്ച് ആദ്യമായി സർവേ നടത്തിയത്? ഉത്തരം കോളിൻ മെക്കൻസി. അടുത്തത് ഹംപിയെ ദേശീയ പ്രാധാന്യമുള്ള സൈറ്റായി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1976. അടുത്ത തീം റിബൽസ് ആൻഡ് രാജ്. അടുത്ത ചോദ്യം 1757 കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത്? ഉത്തരം ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനും. അടുത്തത് 1887 കലാപത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത്? ഉത്തരം നാനാ സാഹിബ്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത്? ഉത്തരം മണികർണിക എന്ന ഝാൻസി റാണി. ബീഹാറിലെ ആറായിൽ നേതൃത്വം നൽകിയത്? ഉത്തരം കൻവർ സിംഗ്. അവധിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം വാജിദ് അലി ഷായും മകൻ ബിർജിസ് ഖാദറും. അടുത്തത് യുപിയിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം ഷാമൽ. ഛോട്ടാ നാഗ്പൂരിൽ നേതൃത്വം നൽകിയത്? ഉത്തരം ഗോനു. അടുത്തത് വിദേശി ഭരണത്തെ വിശേഷിപ്പിച്ച പേര്? ഉത്തരം ഫിരങ്കി രാജ്. അടുത്തത് ഡാൻകാ ഷാ എന്ന പേരിൽ അറിയപ്പെട്ട പോരാളി? ഉത്തരം മൗലവി അഹമ്മദുള്ള ഷാ. അടുത്തത് 1857 കലാപകാലത്ത് പ്രചരിച്ച കിംവദന്തികൾ ഏതൊക്കെ? ഉത്തരം 1 എൻഫീൽഡ് റൈഫിളിൻ്റെ തിരകളിൽ പശു, പന്നി എന്നിവയുടെ കൊഴുപ്പ് പുരട്ടി എന്ന്. 2 ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മതവും ജാതിയും തകർക്കാൻ ബ്രിട്ടീഷുകാർ ഗൂഢാലോചന നടത്തുന്നുവെന്ന്. 3 ഇന്ത്യക്കാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നുവെന്നത്. 1887 കലാപകാലത്തെ പ്രധാന പ്രവചനം എന്ത്? ഉത്തരം പ്ലാസി യുദ്ധത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ 1857 ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമെന്ന്. ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ? ഉത്തരം ഡൽഹൌസി പ്രഭു. അടുത്തത് അവധിലെ നവാബായ വാജിദ് അലി ഷായെ പുറത്താക്കി ഡൽഹൌസി പ്രഭു അവധിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്? ഉത്തരം 1856. അടുത്തത് സൈനിക സഹായ വ്യവസ്ഥ അഥവാ സബ്സിഡിയറി അലയൻസ് നടപ്പിലാക്കിയ വർഷം? 1798. ഇത് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ഉത്തരം വെല്ലസ്ലി പ്രഭു. അടുത്തത് തോമസ് ജോൺ ബാർക്കറിൻ്റെ റിലീഫ് ഓഫ് ലക്നോ എന്ന ചിത്രം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? ബ്രിട്ടീഷുകാരായ രക്ഷകരെ പ്രകീർത്തിക്കൽ അഥവാ സെലിബ്രേറ്റിംഗ് ദ സേവിയേഴ്സ്. അടുത്തത് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്? ഉത്തരം ജോസഫ് നോയൽ. അടുത്തത് ഭീകരതയുടെ അരങ്ങേറ്റം പ്രതിനിധീകരിച്ച ചിത്രം പ്രസിദ്ധീകരിച്ചത്? ഉത്തരം ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസ്. അടുത്തത് കനിവ് കാട്ടാനുള്ള സമയമല്ല, നോ ടൈം ഫോർ ക്ലിമൻസി. കാനിങ് പ്രഭുവിനെ അപഹസിച്ചുകൊണ്ട് കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച പത്രം? ഉത്തരം പഞ്ച്. അടുത്തത് ഝാൻസി റാണിയെ പ്രകീർത്തിച്ച് വരികൾ എഴുതിയത്? ഉത്തരം സുഭദ്രകുമാരി ചൗഹാൻ. അടുത്തത് 1887 കലാപം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം? ഉത്തരം മീററ്റ്.
ഇനി അടുത്ത തീമിലേക്ക്, മഹാത്മാഗാന്ധി ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്. ചോദ്യം: സബർമതി ആശ്രമം 1916 ഗാന്ധിജി സ്ഥാപിച്ചത് എവിടെ? ഉത്തരം: അഹമ്മദാബാദിൽ. അടുത്തത്: ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം നടത്തിയത്? ഉത്തരം: ബീഹാറിലെ ചമ്പാരനിൽ നീലം കർഷകർക്ക് വേണ്ടി 1917. അടുത്തത്: അഹമ്മദാബാദ് മിൽ സമരത്തിൽ തൊഴിലാളികൾക്ക് കൂലി വർധനവിന് വേണ്ടി ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയ വർഷം? ഉത്തരം: 1918. അടുത്തത്: നികുതി കുറയ്ക്കാൻ കർഷകരോടൊപ്പം ചേർന്ന് ഗാന്ധിജി സത്യാഗ്രഹം നടത്തിയ ഖേദ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം: ഗുജറാത്ത്. അടുത്തത്: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ വൻ സമരം? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത്: റൗലറ്റ് ആക്ട് ബ്രിട്ടീഷുകാർ പാസാക്കിയതെന്ന്? ഉത്തരം: 1919. അടുത്തത്: ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം? ഉത്തരം: 1919 ഏപ്രിൽ 13. അടുത്തത്: ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയത്? ഉത്തരം: ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു ആൻഡ് സത്യപാൽ. അടുത്തത്: ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം നൽകിയത്? ഉത്തരം: ജനറൽ ഡയർ. അടുത്തത്: ഖിലാഫത്ത് സമരത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ? ഉത്തരം: അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. അടുത്തത്: ഖിലാഫത്ത് സമരത്തെ ഏത് സമരവുമായാണ് ഗാന്ധിജി ബന്ധിപ്പിച്ചത്? ഉത്തരം: നിസ്സഹകരണ പ്രസ്ഥാനം. അടുത്തത്: നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഏവ? 1. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം. 2. ഖിലാഫത്ത് പ്രശ്നം തീർക്കൽ. 3. സ്വരാജ് നേടൽ. അടുത്തത്: നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പരിപാടികളെ 2 ഇനമാക്കി തിരിക്കാം. ഏതൊക്കെ? 1. ക്രിയാത്മകമായ സമരരീതികൾ. 2. നിഷേധാത്മക സമരപരിപാടികൾ. ക്രിയാത്മകമായ രീതികൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം: സ്വദേശി പ്രചാരണം. 2. അയിത്തോച്ചാടനം. 3. ഹിന്ദു മുസ്ലിം മൈത്രി വളർത്തൽ. 4. മദ്യനിരോധനം. 5. വിദ്യാഭ്യാസത്തിൻ്റെ ദേശസാൽക്കരണം. 6. ചർക്ക, ഖാദി എന്നിവ പ്രചരിപ്പിക്കൽ. നിസ്സഹകരണ പ്രസ്ഥാനത്തിലെ നിഷേധാത്മക സമരപരിപാടികൾ ഏതൊക്കെയായിരുന്നു? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോടതികൾ, നിയമനിർമ്മാണ സഭകൾ എന്നിവ ബഹിഷ്കരിക്കൽ. 2. ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കൽ. 3. വിദേശ വസ്ത്രങ്ങൾ, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ ബഹിഷ്കരിക്കൽ. 4. സർക്കാർ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കൽ. 5. നികുതി നിഷേധിക്കൽ. അടുത്തത്: നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെച്ചത് ഏത് സംഭവത്തിൻ്റെ പേരിൽ? ഉത്തരം: 1922 ചൗരി ചൗര സംഭവം. അടുത്തത്: നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധി നിർത്തിവെച്ചത്? ഉത്തരം: 1922 ഫെബ്രുവരിയിൽ. അടുത്തത്: സൈമൺ കമ്മീഷൻ ഇന്ത്യ സന്ദർശിച്ച വർഷം? 1928. അടുത്തത്: ബർദോളി സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ആര്? ഉത്തരം: സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്തത്: 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. അടുത്തത്: കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ച്? ഉത്തരം: 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. അടുത്തത്: ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നടത്തിയ രണ്ടാമത്തെ വലിയ പ്രക്ഷോഭം? ഉത്തരം: സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അടുത്തത്: ഗാന്ധിജി ദണ്ഡി യാത്ര നടത്തിയത്? ഉത്തരം: 1930 മാർച്ച് 12. അടുത്തത്: സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി തുടങ്ങിയത് ഏത് പരിപാടിയിലൂടെ? ഉത്തരം: ദണ്ഡി യാത്ര അഥവാ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ. അടുത്തത്: ഗാന്ധിജി ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടത്തിയ മൂന്നാമത്തെ വലിയ സമരം? ഉത്തരം: 1942 ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് പാസാക്കിയത്? ഉത്തരം: 1942 ഓഗസ്റ്റ് 8. അടുത്തത്: ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം? ഉത്തരം: ബോംബെ. അടുത്തത്: ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരത്തിൽ? ഉത്തരം: ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. അടുത്തത്: സിംല സമ്മേളനം നടന്ന വർഷം? 1945. അടുത്തത്: സിംല സമ്മേളനം വിളിച്ചുകൂട്ടിയ ബ്രിട്ടീഷ് വൈസ്രോയി? ഉത്തരം: വേവൽ പ്രഭു. അടുത്തത്: മുസ്ലിം ലീഗ് പ്രത്യക്ഷ സമര ദിനമായി ആചരിച്ചത് എന്ന്? ഉത്തരം: 1946 ഓഗസ്റ്റ് 16. അടുത്തത്: ജൂൺ 3 പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്? ഉത്തരം: മൗണ്ട് ബാറ്റൻ പ്രഭു. നമ്മൾ അടുത്ത തീമിലേക്ക്, കേരള ടുവേഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക്. കേരളത്തിൽ ബ്രിട്ടീഷ് പരമാധികാരത്തിനെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ ഏതെല്ലാം? ഉത്തരം: പഴശ്ശി കലാപം, കുറിച്യ കലാപം,
മലബാറിലെ മാപ്പിള കർഷകരുടെ ലഹളകൾ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി നടത്തിയ കലാപം, കൊച്ചിയിൽ പാലിയത്തച്ഛൻ നടത്തിയ കലാപം. അടുത്തത് പഴശ്ശി കലാപത്തിൻ്റെ നായകനായിരുന്ന കേരളവർമ്മ പഴശ്ശിരാജ ഏത് രാജകുടുംബാംഗമായിരുന്നു? ഉത്തരം മലബാറിലെ കോട്ടയം രാജവംശം. അടുത്തത് ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം? ഉത്തരം നികുതി പിരിവിനുള്ള അവകാശം പഴശ്ശിക്ക് നഷ്ടപ്പെട്ടത്. അടുത്തത് രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാരണം? വയനാടിനു വേണ്ടിയുള്ള ബ്രിട്ടീഷുകാരുടെയും പഴശ്ശിയുടെയും അവകാശവാദങ്ങൾ. അടുത്തത് പഴശ്ശിയെ തോൽപ്പിച്ച തലശ്ശേരി സബ് കളക്ടർ? ഉത്തരം തോമസ് ഹാർവേ വേബർ. അടുത്തത് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സാഹസികമായിട്ടുള്ള കലാപത്തിന് നേതൃത്വം നൽകിയത്? തിരുവിതാംകൂറിലെ ദളവിയായിരുന്ന അഥവാ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി. അടുത്തത് 1800 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ റെസിഡൻ്റായി നിയമിച്ചത്? ഉത്തരം കേണൽ മെക്കോളെ. അടുത്തത് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം? ഉത്തരം 1809 ജനുവരി 11. അടുത്തത് പാലിയത്തച്ഛൻ ആരായിരുന്നു? ഉത്തരം കൊച്ചിയിലെ പ്രധാനമന്ത്രി അഥവാ ദളവ. അടുത്തത് കുറിച്യ കലാപം നടന്ന വർഷം? ഉത്തരം 1812. അടുത്തത് കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു? ഉത്തരം രാമൻ നമ്പി. അടുത്തത് കുറിച്യ കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു? ഉത്തരം വയനാട്ടിലെ ആദിവാസികളായ കുറിച്യരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതും നികുതി പണമായി നൽകാൻ ആവശ്യപ്പെട്ടതും. അടുത്തത് മലബാറിലെ മാപ്പിള കർഷകരുടെ കലാപങ്ങളുടെ ഉച്ചാവസ്ഥയായിരുന്ന കലാപം? ഉത്തരം 1921 മാപ്പിള കലാപം. അടുത്തത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. അടുത്തത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. അടുത്തത് അഖില തിരുട്ട്, അരുൾ നൂൽ എന്നിവ ആരുടെ കൃതികളാണ്? ഉത്തരം വൈകുണ്ഠ സ്വാമികൾ. അടുത്തത് ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം? ഉത്തരം ചെമ്പഴന്തി. അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്തത് ദൈവശതകം, ദർശനമാല എന്നിവ ആരുടെ കൃതിയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്തത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്തത് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം എന്നിവ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച സ്ഥലം? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ. അടുത്തത് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടന? ഉത്തരം സാധുജന പരിപാലന സംഘം. അടുത്തത് കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം അയ്യങ്കാളി. അടുത്തത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച പരിഷ്കർത്താവ്? ഉത്തരം അബ്ദുൽ ഖാദർ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ? ഉത്തരം സ്വദേശാഭിമാനി, അൽ ഇസ്ലാം. അടുത്തത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? ഉത്തരം വാഗ്ബടാനന്ദൻ. അടുത്തത് അഭിനവ് കേരള മാസിക പ്രസിദ്ധീകരിച്ച പരിഷ്കർത്താവ്? ഉത്തരം വാഗ്ബടാനന്ദൻ. അടുത്തത് മധ്യ കേരളത്തിൽ ധാരാളം സ്കൂളുകളും മന്നാനത്ത് സംസ്കൃത സ്കൂളും സ്ഥാപിച്ച പരിഷ്കർത്താവ്? ഉത്തരം മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ദേശീയ പ്രിൻറ്റിംഗ് സ്വദേശി പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചത്? ഉത്തരം മാർ കുര്യാക്കോസ് ഏലിയാസ് ചവറ. അടുത്തത് കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്? ഉത്തരം VT ഭട്ടത്തിരിപ്പാട്. അടുത്തത് VT ഭട്ടത്തിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികൾ? ഉത്തരം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, മറ്റൊന്ന് കണ്ണീരും കിനാവും. അടുത്തത് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം നടന്നത് എവിടെ? ഉത്തരം തെക്കേ തിരുവിതാംകൂർ. അടുത്തത് വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ വർഷം? ഉത്തരം 1924. അടുത്തത് എന്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? ഉത്തരം വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള നിരത്തുകളിൽ അവർണർക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്? ഉത്തരം TK മാധവൻ. അടുത്തത് പട്ടിണി ജാഥ സംഘടിപ്പിച്ച പരിഷ്കർത്താവ്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. അടുത്തത് എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുക്കാൻ നടത്തിയ സമരം? അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയത്? ഉത്തരം 1931 നവംബർ 1. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ? ഉത്തരം K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ. അടുത്തത്
ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 1936. അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിച്ച രാജാവ്? ഉത്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്തത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്തത് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം സി കേശവൻ. അടുത്തത് കേരളത്തിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും അയിത്തോച്ചാടനത്തിന് വേണ്ടി നടന്ന സത്യാഗ്രഹം? ഉത്തരം പാലിയം സത്യാഗ്രഹം.